بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وبعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നിങ്ങൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം വീഡിയോ ഉപയോഗപ്പെടുത്തിയത് നല്ല ഒരു ശൈലിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന മുഖത്തിലെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് اليوم شاهدتم تعابير الوجه. എന്താണ് അതിൽ പറയാം? ഫേഷ്യൽ എക്സ്പ്രഷൻസ്. മുഖത്ത് നമ്മൾ സംഭവിക്കുന്ന എക്സ്പ്രഷൻസുകൾക്ക് എന്ത് പറയാം? തആബീറുൽ വജ്ഹ് എന്നാണ് പറയാം. നമുക്ക് തന്നെ പല സന്ദർഭങ്ങളും ഉണ്ടാകും. നഹൻ ജമീഅൻ يتمكن لنا أن نكون سعداء. ചിലപ്പോൾ നമ്മൾ സന്തുഷ്ടരാകാം. വഹസീൻ, സഈദ്, അബൂസ് വമാ ഇലാ ദാലിക്. ഒരുപാട് ടെൻഷനുകളൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാകും. അതിനൊക്കെ നമുക്ക് എങ്ങനെ അറബിയിൽ പറയാം എന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ ഒരു ഇസ്തിഅമാൽ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ് നമുക്ക് നന്നായി പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹയ്യ انظروا أيها الطلبة جميعا إلى تعابير الوجه. تعابير الوجه മുഖത്തിലെ വ്യത്യസ്തമായ تعبيرകൾ. تعابير الوجه. أنتم جميعا مستعدون. انظروا الأول تعابير الوجه. الأول سعيد. سعيد معنى happy. സഈദ്, നമ്മൾ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സാഹചര്യത്തിനാണ് സഈദ് എന്ന് പറയാം. സഈദ് ഹദാ അൽ ഇസ്തിഅമാൽ. انظروا انا سعيد بلقائك. നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഇസ്തിഅമാലാണത്. ഞാൻ നിന്നെ കണ്ട് വളരെ സന്തോഷം, ഐ ആം ഹാപ്പി ടു സീ യു. انا سعيد بلقائك. انا سعيد بلقائك. അപ്പോൾ സഈദ് معنى happy, I am happy. انا سعيد بلقائك. والاستعمال الثاني مجرد تعبيران حائر. حائر معنى confused. confused എന്ന് പറഞ്ഞാൽ ഏതാണ് ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മൾ ഒരു നിഷ്ക്രിയത്വ രൂപത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് തിരഞ്ഞെടുക്കുക? തറദ്ദുദ് എന്നൊക്കെ നമ്മൾ പറയും. ഹായിർ, ഒരു പരിഭ്രാന്തനായി എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഹായിർ മാന അന ഹായിറുൻ ഫി അംറൈൻ. രണ്ട് കാര്യങ്ങളിൽ ഏത് ചെയ്യണം എന്ന വിഷയത്തിൽ ഞാൻ ഹായിറാണ്. അന ഹായിറുൻ ഫി അംറൈൻ. അന ഹായിർ ഫി അംറൈൻ. അൻത ഹായിറുൻ ഫി അംറൈൻ എന്നൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഹായിർ മഅന കൺഫ്യൂസ്ഡ് എന്ന് നമുക്ക് ഇസ്തിഅമാൽ ചെയ്യാം. والاستعمال الثالث نتعلم اليوم قلق. قلق معنى anxious. നമുക്ക് വല്ലാത്ത ഒരു ഭീതിതമായ സാഹചര്യം അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതോടൊപ്പം നമ്മൾ വല്ലാത്ത അസ്വസ്ഥനാണ് എന്ന് പറയാൻ ഖലിഖ് എന്ന് പറയാൻ നമുക്ക് കഴിയും. أنا أنت قلق في كل وقت. نحن نرى صديقنا وهو في كل وقت في قلق وشدة وتعب. എല്ലാ സമയത്തും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് പറയാം أنت قلق في كل وقت. എല്ലാ സമയത്തും നീ വളരെ ആങ്ഷ്യസ് ആണല്ലോ, വളരെയധികം അസ്വസ്ഥനായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന രൂപത്തിൽ. أنت قلق في كل وقت. صحيح. والاستعمال الرابع باكٍ. crying. the one who is crying.
കരയുന്നയാൾക്കാണ് ബാക്കിൻ എന്ന് പറയാം. ബാക്ക് ബക യബ്കി ബുക ഫഹുവ ബാക്കിൻ. നിങ്ങൾ സർഫ് തത്ബീഖിൽ പഠിക്കുന്നുണ്ട്. ബക യബ്കി ബുക ഫഹുവ ബാക്കിൻ. ബാക്കിൻ മഅന the one who is crying, കരയുന്ന ഒരാൾ. എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? അത്തിഫ്ലു ബാക്കിൻ, കുട്ടി കരയുന്നവനാണ്. അത്തിഫ്ലു ബാക്കിൻ هذا استعمال جيد. الطفل باكن, الطفل باكن, الكبير باكن. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. والاستعمال التالي അടുത്തത് എന്താണ്? ഹസീൻ. ഹസീൻ എന്ന് പറഞ്ഞാൽ സാഡ്, വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സാഡ് എന്ന് പറയാണ് ഹസീൻ. ഹസീൻ മഅന സാഡ്. അൽ മരീദ് ഹസീനുൻ ജിദ്ദ, രോഗിയായ ആൾ വളരെയധികം പ്രയാസത്തിലാണ് അല്ലെങ്കിൽ വളരെയധികം ടെൻഷനാണ് എന്ന് പറയാൻ എന്ത് പറയാൻ കഴിയും നമുക്ക്? അദ്ദേഹം വളരെ ടെൻഷനിലാണ് എന്ന് പറയണമെങ്കിൽ അൽ മരീദ് ഹസീനുൻ ജിദ്ദ, അൽ മരീദ് ഹസീനുൻ ജിദ്ദ എന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അൽ ഇസ്തിഅമാൽ അത്താലി മുന്തഹിഷ്. മുന്തഹിഷ് മഅന സർപ്രൈസ്ഡ്, വല്ലാതെ അത്ഭുതപ്പെടുമ്പോൾ നമ്മൾ എന്ത് പറയും? മുന്തഹിഷ് എന്ന് പറയും. മുന്തഹിഷ് സർപ്രൈസ്ഡ്. സെയ്ദുൻ മുന്തഹിഷ്. ഇസ്തിഅമാൽ വെറുതെ സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ്. സെയ്ദുൻ മുന്തഹിഷ്, സെയ്ദ് വല്ലാതെ സർപ്രൈസ്ഡ് ആയിപ്പോയി എന്ന് പറയാൻ മുന്തഹിഷ് എന്ന് നമുക്ക് പറയാൻ കഴിയും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അടുത്തതാണ് അബൂസ്. ഫ്രാൻ. അബൂസ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒരു ബാധിച്ചു, മുഖത്തിനൊക്കെ ഒരു വൈകൃതം ബാധിച്ച് ആകെ ഒരു ബുദ്ധിമുട്ടിലും വൈകൃതത്തിലും ഒക്കെ ആകുമ്പോൾ നമുക്കെന്ത് പറയാം? അബൂസ് എന്ന് പറയാം. അൽ ഖായിബ് അബൂസ്. അൽ ഖായിബ് അബൂസ്. ഖായിബ് മഅന പരാജയപ്പെട്ടയാൾ, പരീക്ഷയിലൊക്കെ പരാജയപ്പെട്ട. അൽ ഖായിബ് ഫിൽ ഇംതിഹാൻ അബൂസ്. അൽ ഖായിബ് ഫിൽ ഇംതിഹാൻ അബൂസ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അബൂസ് മഅന ഫ്രാൻ, അൽ ഖായിബ് അബൂസ്. والاستعمال التالي مبتسم. مبتسم معنى smiling, the one who is smiling, ചിരിച്ചുകൊണ്ടിരിക്കുന്നയാൾ, ചിരിക്കുന്നയാൾക്കാണ് മുബ്തസിം എന്ന് പറയാം. സ്മൈലിംഗ് മുബ്തസിം. ماذا الاستعمال الصالح مبتسم عند المباراة. الصالح مبتسم عند المباراة. മത്സര സമയത്തൊക്കെ സാലിഹ് ഒരാളുടെ പേരാണ്. മുബ്തസിം അവൻ ചിരിക്കുന്നവനാണ്. الصالح مبتسم عند المباراة. والاستعمال التالي മറ്റൊരു തഅബീറാണ് തഅബീറുൽ വജ്ഹ്. ഫേഷ്യൽ എക്സ്പ്രഷൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് കഈബ്. വല്ലാതെ ടെൻഷനാണ്, അധികം ടെൻഷനായി പോകുമ്പോൾ കഈബ് എന്ന് പറയാം. വളരെ ബ്ലേക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കഈബ് എന്ന് പറയാം. അന കഈബ് അൽയൗം, ഇന്ന് ഞാൻ വല്ലാത്ത ടെൻഷനാണ്. അന കഈബ് അൽയൗം, അന കഈബ് അൽയൗം എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്നാണ് അല്ലാഹിക്. ലാഹിക് നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കാണ്. ലാഹിക് മഅന, ലാഹിക് മഅന ലാഫിങ്, ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കുന്നയാൾക്കാണ് ലാഹിക്. അല്ലാഹിക് കസീറ യബ്കി കസീറ. അല്ലദി യബ്കി കസീറ, ഒരുപാട് ചിരിക്കുന്നയാൾ ഒരുപാട് കരയേണ്ടി വരും. ലാഹിക് അല്ലാഹിക് കസീറ യബ്കി കസീറ. هذا الاستعمال. والتالي غاضب. غاضب معنى angry, വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗാളിബ് എന്ന് നമ്മൾ പറയുന്നത്. അൻത് ഗാളിബ്, നീ വല്ലാതെ ദേഷ്യപ്പെട്ടവനാണ്. അൻത് ഗാളിബ്, നീ വല്ലാത്ത ദേഷ്യത്തിലാണ്. യു ആർ ആംഗ്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. هذه الاستعمالات المتعلقة بتعابير الوجه. നമ്മുടെ മുഖത്തിലുള്ള തഅബീറുകൾ, എക്സ്പ്രഷൻസുകളെ കുറിച്ച് പറയാനുള്ള ചില ഉപയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഹയ്യ ബിന നതകല്ലം مع أستاذنا عن تعابير الوجه المختلفة في الأوقات المختلفة. വ്യത്യസ്ത സമയങ്ങളിലുള്ള വ്യത്യസ്തമായ ഫേഷ്യൽ എക്സ്പ്രഷൻസുകളെ കുറിച്ച് ഇന്ന് നമുക്ക് നമ്മുടെ ഉസ്താദിനോട് സംസാരിക്കണം. أنتم جميعا عليكم اليوم أن تتكلموا مع أستاذكم مع أستاذتكم عن تعابير الوجه المختلفة في الأوقات المختلفة. വ്യത്യസ്തമായ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ മുഖത്തിൻ്റെ തഅബീറുകളെക്കുറിച്ചായിരിക്കണം ഇന്ന് നമ്മളുടെ സംസാരം. നിങ്ങൾ നിങ്ങളുടെ ഉസ്താദ്മാരോട് ആ വിഷയത്തിൽ
സംസാരിക്കണം. അവർക്ക് നിങ്ങളുടെ വോയിസ് അയച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട വീഡിയോ ഒന്നുകൂടി കണ്ട് അതിലെ ഉപയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് സൗഫ നതഅല്ലം ജയ്യിദ വസൗഫ നദറുസ് ജയ്യിദ സൗഫ നകൂനു ജമീഅൻ തുല്ലാബൻ ഫീ നശാത്തിൻ കബീർ. വലിയ ഉത്സാഹത്തിലുള്ള വിദ്യാർത്ഥികളായി നമുക്ക് മാറണം. ബാറക്കല്ലാഹു ഫീക്കും വഅയ്യദകുമുല്ലാഹ് വവഫഖകും ലിമാ ഫീഹി അൽ ഖൈർ ഇൻഷാ അല്ലാഹ്. ഊസികും ബിദ്ദുആഇ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.